സംസ്ഥാനത്ത് ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. 18 വാർഡുകളിലെ ഫലം പുറത്തു വരുമ്പോൾ 7ഇടത്ത് UDF-നും 5ഇടത്ത് LDF-നും 2ഇടത്ത് BJP-ക്കുമാണ് ജയം. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, എങ്ങനെയാണ് നിലവിൽ ആരൊക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്, ഏതൊക്കെ നഷ്ടമായിട്ടുണ്ട്, എന്താണ് നിലവിലെ ഈ ഒരു ഫലം വരുമ്പോൾ ഓരോ മുന്നണിയും ഏതു തരത്തിൽ മുന്നിട്ട് നിൽക്കുന്നു, പിന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് വിവരങ്ങൾ? അക്ഷയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വന്ന ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് തന്നെ കൃത്യമായ നേട്ടം LDF ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കക്ഷി നില പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഫലം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മുൻപ് 23 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 13 സീറ്റ് UDF-ൻ്റെതായിരുന്നു. ഇപ്പോൾ 10 സീറ്റ് മാത്രമാണ് UDF-ന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവർ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. 9 സീറ്റുകളിലേക്ക് LDF എത്തുന്നു, വിജയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഔദ്യോഗികമായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരമല്ല എങ്കിൽ പോലും ഇനിയും ഔദ്യോഗികമായി ഈ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. BJP 4ഇടത്തായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ 3 സ്ഥലത്ത് മാത്രമാണ് ഒരു സീറ്റ് BJP-ക്ക് നഷ്ടമായി എന്നുള്ളതാണ്. സ്വതന്ത്രൻ 1, അതിപ്പോഴും 1 തന്നെയായി നിൽക്കുന്നു. ഇനി വിശദമായി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലം ചടയമംഗലം പഞ്ചായത്തിലെ കുരിയോട് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് വിജയം. അവിടെ 264 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. BJP അംഗം രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. BJP 3ാം സ്ഥാനത്തേക്ക് അവിടെ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ വെള്ളാർ വാർഡ്, തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡിൽ BJP ആയിരുന്നു ഉണ്ടായിരുന്നത്. BJP സ്ഥാനാർത്ഥി നെടുമം മോഹന്റെ മരിച്ചതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അവിടെ LDF വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. LDF സ്ഥാനാർത്ഥി 133 വോട്ടുകൾക്ക് അവിടെ ജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നെടുമ്പാശ്ശേരിയിൽ 14ാം വാർഡിൽ കൽപ്പക നഗർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. 98 വോട്ടിന് LDF സ്ഥാനാർത്ഥി അർച്ചന ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഭരണത്തെ തന്നെ അതൊരു പക്ഷേ ബാധിക്കാൻ തരത്തിലാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ അടയമൺ വാർഡിൽ LDF-ന് ജയം. അവിടെ LDF-ന്റെ അംഗമായിരുന്ന K രാജേന്ദ്രൻ അന്തരിച്ചതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അവിടെ 6 വോട്ടുകൾക്ക് രാജേന്ദ്രന്റെ മകൾ കൂടിയായ അർച്ചന രാജേന്ദ്രൻ 6 വോട്ടുകൾക്ക് ജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, BJP മട്ടന്നൂർ നഗരസഭയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് എന്നതാണ്. ടൗൺ വാർഡ് കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. മട്ടന്നൂർ വാർഡിൽ അങ്ങനെ BJP വാർഡ് പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിലെ കടമ്പനാട് വാർഡിൽ UDF-ന് വിജയമുണ്ട്. അവിടെ നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചതെങ്കിൽ അത് UDF തിരിച്ചുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 35 വോട്ടിന് കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ മാമാങ്കുന്ന് വാർഡ് LDF പിടിച്ചെടുത്തു. UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് LDF പിടിച്ചെടുത്തത്. അതോടൊപ്പം തിരുവനന്തപുരത്തെ വാർഡ് BJP ആദ്യമായിട്ടാണോ കൈയടക്കുന്നത്? അതെ, അങ്ങനെയാണ്. ആദ്യമായിട്ടാണ് BJP അവിടെ ആ വാർഡ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായിരുന്നു അത്. BJP തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ഔദ്യോഗികമായ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ എല്ലാ വാർഡുകളുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 23 ഇടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 10 ഇടത്ത് UDF. മുൻപ് 13 സീറ്റ് ഉണ്ടായിരുന്നത് 10ആയി കുറഞ്ഞു. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റ് ഉണ്ടായിരുന്നത് 9 സീറ്റായി വർദ്ധിപ്പിച്ചു. അതോടൊപ്പം BJP 4 ആയിരുന്നത് 3 സീറ്റിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് പുറത്തു വരുന്നത്. 23 വാർഡുകളിലായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതിൽ 23-ൽ നിലവിലിപ്പോൾ 13 വാർഡുകൾ ഭരിച്ചിരുന്ന UDF 10ലേക്ക് ഒതുങ്ങുന്നു. LDF 5-ൽ നിന്നും 9ലേക്ക് ഉയരുന്നു എന്നുള്ളതാണ്. ഇടതുമുന്നണിക്കാണ് വലിയ നേട്ടം ഉണ്ടാകുന്നത്. BJP 3 ഇടങ്ങളിൽ മട്ടന്നൂരിൽ ഒരു വാർഡ് പിടിച്ചടക്കുന്ന രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായി പിടിച്ചടക്കുന്ന രീതിയിലേക്ക് BJP-യും പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലം അല്പസമയത്തിനുള്ളിലായിരിക്കും കൃത്യമായിട്ട് ലഭ്യമാകുക. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.